പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു CM രവീന്ദ്രൻ ഉണ്ടായിരുന്നു. CM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചീഫ് മിനിസ്റ്റർ. ശരിക്കും ചീഫ് മിനിസ്റ്റർ റോള് നിർവഹിച്ചിരുന്നത് ഇയാൾ തന്നെ ആയിരുന്നോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ്. നമ്മൾ പലപ്പോഴും യൂണിയൻ ഭാരവാഹികളായിട്ടൊക്കെ ഓഫീസിൽ മുഖ്യമന്ത്രി ഓഫീസ് നമ്മളെ PRD മുഖ്യമന്ത്രിക്കായിരുന്നു പോകുമ്പോഴൊക്കെ തന്നെ എന്ത് കാര്യത്തിനും മുഖ്യമന്ത്രി രവിയോട് സംസാരിക്കൂ, നിങ്ങൾ കാര്യം ധാരണയാക്കൂ എന്നുള്ളതായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ തീയതി എന്തെങ്കിലും ഫംഗ്ഷൻ വിളിക്കുകയോ ചെയ്യുമ്പോഴല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു അന്തിമ തീരുമാനം എടുത്തിരുന്ന പ്രധാനപ്പെട്ട ഒരാൾ ഈ CM രവീന്ദ്രനായിരുന്നു. മാത്രമല്ല ഇയാൾ ഏതാണ്ട് 1980കളുടെ ആദ്യം മുതൽ തന്നെ ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ തന്നെ പ്രസ് സ്റ്റാഫിൽ 4 പതിറ്റാണ്ടായി തുടരുകയായിരുന്നു. അപൂർവ റെക്കോർഡാണെന്നാണ്. ഇങ്ങനെ ആരും പ്രസ് സ്റ്റാഫ് ഇരുന്നിട്ടില്ല എന്നാണ് ഇയാളെക്കുറിച്ച്. പക്ഷേ ഇപ്പോൾ പുള്ളി ഇല്ല എന്നാണ് അറിയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫായിട്ട്. ഇതേ വലിയ പാല് കുടിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള പാല് കുടിക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ ഇട്ട ആളായിരുന്നു. സ്വപ്ന സുരേഷിന് മെസ്സേജ് അയച്ച കേസിൽ ഇയാളുടെ ചാറ്റുകളൊക്കെ പുറത്തു വന്നു. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിന് വക്കോളം എത്തിയ ഒരാളായിരുന്നു. പക്ഷേ അന്ന് ഇയാളുടെ ആത്മവിശ്വാസം അപാരമായിരുന്നു കേട്ടോ. അന്തർധാര ഉണ്ടായിരുന്നല്ലോ. പിണറായി വിജയൻ പോലും നടുങ്ങി നിൽക്കുമ്പോൾ ഈ CM രവീന്ദ്രൻ എന്ന് പറയുന്ന ആളെ ED ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ഈ ED ചോദ്യം ചെയ്യാൻ വിളിച്ചതിന് ശേഷം ഇയാൾ വളരെ ആത്മവിശ്വാസത്തോടെ ED ഓഫീസിലേക്ക് കയറി പോകുന്നു. അതിനേക്കാൾ ആത്മവിശ്വാസത്തിൽ ഇറങ്ങി വരുന്നു. എന്തായിരുന്നു അതിന്റെ ഗുട്ടൻസ് എന്ന് ഇപ്പോഴും പിടിക്കും. ഗുട്ടൻസ് തന്നെയാണ്. അന്ന് അന്തർധാര ഉണ്ടല്ലോ, പേടിക്കണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും BJP നേതാക്കന്മാർ പറഞ്ഞാൽ നീ ഒന്നും പേടിക്കണം, നീ പോയിട്ടോ, നമ്മളെല്ലാം പറഞ്ഞ് നേരപ്പം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, നീ പൊയ്ക്കോളം പറഞ്ഞാൽ ആ പോയതായിരിക്കും. അന്ന് തന്നെ അന്തർധാര ഉള്ളതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല. അതാണ് ആത്മവിശ്വാസത്തിന്റെ മൊത്ത സന്തോഷത്തിൻ്റെ ഒരു രഹസ്യം. ഈ സ്വപ്ന സുരേഷും ശിവശങ്കരനും ശിവനും പാർവതിയും കളിക്കുന്ന ഇടയ്ക്കാണ് ഇദ്ദേഹം ഗണപതിയുടെ വേഷത്തിൽ ചെന്നതെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ ചാറ്റൊക്കെ പുറത്തു വന്ന് നാറിയെങ്കിലും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരാണ് ഞാൻ, ആരെന്ന് വെച്ചാൽ അയാളായിരുന്നു എല്ലാം. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അയാൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇതൊക്കെ ചട്ടം വഴിവിട്ട് KSRന്റെ റൂൾ വരെ ലംഘിച്ചിട്ടാണ് ഇയാൾക്ക് അവിടെ നിയമനം കൊടുത്തിരുന്നത്. ഇയാള് എല്ലാ ഇടതുപക്ഷം ഭരണത്തിലുണ്ടേലും ഇല്ലേലും ഇയാൾ ടോപ്പിലുണ്ടായിരുന്നു. എല്ലാ കാരണം ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ രഹസ്യങ്ങൾ ഇയാൾക്ക് അല്ലെങ്കിൽ ബിനാമി പരിപാടികളെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഇയാൾക്ക്. കൊഞ്ചിയത്തുകാരൻ ഇയാളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നത് PV കുഞ്ഞിക്കണ്ണനായിരുന്നു. LDF കൺവീനറൊക്കെ ആയിരുന്നു പണ്ട്, വലിയ നേതാവായിരുന്നു. പക്ഷെ PV കുഞ്ഞിക്കണ്ണൻ പിന്നെ പാർട്ടിയിൽ നിന്ന് പോയി. PV കുഞ്ഞിക്കണ്ണൻ ഒന്നുമല്ലാതെ PV കുഞ്ഞിക്കണ്ണന് അതിൻ്റെ മകളും കൂടെ കണ്ണൂർ ഈ സഹകരണ ആശുപത്രിയിൽ വോട്ട് ചെയ്യാൻ വന്നപ്പോഴേ പച്ചത്തെറിയാണ് വിളിച്ചത് അന്ന് CPM-കാർ. LDF കൺവീനറായിരുന്നൊരു മനുഷ്യനെ MVRന്റെ ഒപ്പം അദ്ദേഹത്തിന് പുറത്താക്കിയതാണല്ലോ അന്ന്. അദ്ദേഹത്തിൻ്റെ മകളെയും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള അത്രയും അസഭ്യമാണ് വിളിച്ചത്. അദ്ദേഹം അവിടെ എന്തോ ഒരു ഷോപ്പൊക്കെ നടത്തി അദ്ദേഹം ജീവിച്ചങ്ങ് പോയി. അങ്ങനെയുള്ള ഒരാൾ കൊണ്ടുവന്നാണ്. എന്തായാലും PV കുഞ്ഞിക്കണ്ണൻ CPM-ൽ നിന്ന് അപ്രത്യക്ഷനായെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം നിഷ്ക്രിയനായെങ്കിലും കൊണ്ടുവന്ന CM രവീന്ദ്രൻ PV കുഞ്ഞിക്കണ്ണൻ കടത്തിവെട്ടി മുന്നോട്ട്. തലസ്ഥാനത്തിന്റെ അധികാരത്തിന്റെ ഇടനാഴികളിൽ പൃഥ്വിരാജിന്റെ വാസ്തവ സിനിമയ്ക്കകത്ത്, വാസ്തവം എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയിൽ പൃഥ്വിരാജ് വന്നിട്ട് ഇവിടുത്തെ ഒരു വലിയ കിങ് മേക്കറായി മാറുന്നത്. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇയാളും വന്നിരിക്കുന്നത്. ആ സിനിമ കാണുമ്പോൾ ഇയാളുടെ കഥയും ഇതും കൂടെ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചത് ഇത് ഇയാളുടെ കഥയാണെന്ന് പറയാം. ഇയാൾക്ക് എത്ര 1000 രൂപ പെൻഷൻ ആണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും വർഷം പേഴ്സണൽ സ്റ്റാഫിൽ ജോലി കിട്ടിയിരിക്കുമ്പോൾ 40 വർഷം പേഴ്സണൽ സ്റ്റാഫിൽ ജോലി എന്ന് പറയുമ്പോൾ അല്ല, VS പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഇയാളുണ്ട്, പേഴ്സണൽ സ്റ്റാഫിലുണ്ട്. VS സർക്കാർ രൂപീകരിച്ചപ്പോഴും മുഖ്യമന്ത്രി ആയപ്പോഴും ഉണ്ട്. അന്ന് ആരുടെ കൂടെ? ആഭ്യന്തരമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആകാൻ പറ്റത്തില്ല, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുണ്ട്. പിന്നെയാണ് ഈ പറയുന്ന പിണറായി വിജയനൊപ്പം ചേർന്നത്. പിണറായി വിജയനൊപ്പം ചേർന്നപ്പോഴത്തേക്ക് ഇയാൾ അതിശക്തനായി മാറി. എല്ലാവരും പറയായിരുന്നു ഈ പിണറായി വിജയനെ കാണണോ, പിണറായി വിജയനിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ രവീന്ദ്രനെ കാണണം, എന്ത് ചെന്നാലും രവി എന്ന് പറഞ്ഞ് ഇദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹം പക്ഷേ അദ്ദേഹം ഊരാളുങ്കലിന്റെ വല്ല പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് അദ്ദേഹം വരുമെന്നാണ് ഇപ്പം പൊതുവെ മാധ്യമങ്ങൾ സൂചിപ്പിക്കും. പദവി ഇല്ല ഇരിക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് ഏതാണ്ട് ഓർക്കാട്ടയിൽ കണ്ട ഒരു ബിനാമി ഉണ്ടെന്നും ഇയാൾ ഒരുപാട് സ്വത്തുക്കൾ സമ്പാദിച്ചതായിട്ടും ഒക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഈ പ്രതിപക്ഷത്തിന്. നേതാക്കൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ബിനാമികളും സമ്പാദ്യങ്ങളും ഇപ്പോൾ ഉണ്ടല്ലോ. പണ്ടത്തെ പഴയ വിപ്ലവ നേതാക്കന്മാരെ മണ്ടന്മാരാണെന്ന് കരുതുന്നവർ പുതിയ തലമുറയുടെ ഉണ്ടല്ലോ. അത് BP-നെ പറഞ്ഞില്ലേ, ഇനി പണ്ടത്തെ പോലെ പരിപ്പോടെയും കട്ടൻ ചായയും ബീഡിയും വലിച്ചോണ്ടിരിക്കുന്ന കാലമൊന്നുമല്ല, ഞങ്ങൾ മാറിപ്പോയെന്ന് പറഞ്ഞില്ലേ, ബർഗർ കഴിക്കുന്ന കാലമാണെന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ആധുനിക കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ അത് പക്ഷേ ഇയാളെ എന്തുകൊണ്ട് ഇയാളെ ഈ ഉൾപ്പെടുത്തില്ല എന്നുള്ളത് ഇപ്പോഴും അത്ഭുതകരമായിരിക്കും. അല്ല, ഈ വിവാദങ്ങളിൽപ്പെട്ട ആൾക്കാരെ ഒഴിവാക്കണമെന്ന് ഇപ്പോൾ പാർട്ടിക്കകത്ത് എന്തോ നിർദ്ദേശം വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പിണറായി വിജയനല്ലേ ആദ്യം ഒഴിവാക്കണം. അത് പിന്നെ അദ്ദേഹം ഞാനാകുന്ന ആദ്യം കൈമുക്കിയ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശരി, എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മകള് വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്, ഇയാളെ ഒഴിവാക്കട്ടെ. ഇയാൾ തന്നെ എത്രയോ വിവാദത്തിൽപ്പെട്ടു. പക്ഷേ CM രവീന്ദ്രനെ ഒഴിവാക്കിയത് ഇതുകൊണ്ട് മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിന് റോളില്ല. ചിലപ്പോൾ പിണറായിയുടെ പിടിയായിരുന്നു എന്നുള്ളതിന്റെ സൂചന കൂടി ആകാതെ
അതാണ്. പകരം പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത് CP പ്രമോദാണ്. പാലക്കാട്ടുള്ള നേതാവാണ്. ലോയേഴ്സ് യൂണിയൻ്റെ ഒക്കെ നേതാവ്. അദ്ദേഹം നേരത്തെ AK ബാലൻ മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി. എനിക്ക് തോന്നുന്നു വലിയ കൊയ്ത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പ്രതിപക്ഷമല്ലേ, ഭരണപക്ഷമായിരുന്നെങ്കിൽ നല്ലപോലെ കൊയ്ത്തുണ്ടായിരുന്നു. ഇത് കൊയ്ത്തില്ലാത്തതുകൊണ്ടാണ് ആണെന്ന് തോന്നുന്നു. ശമ്പളം ഉണ്ടല്ലോ, ശമ്പളമുണ്ട്. അതല്ല അല്ലാത്ത പരിപാടികൾ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പിച്ചുകൊണ്ട് മറ്റുള്ള കലാപരിപാടികളിലേക്കൊക്കെ നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഉള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ മാറ്റുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മേൽ മറ്റൊരു സൂപ്പർ മുഖ്യമന്ത്രി, അതല്ല ആ ഓഫീസ് മുഴുവൻ സൂപ്പർ മുഖ്യമന്ത്രിമാരായിരുന്നു. അറിഞ്ഞതുമില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഇഷ്ടം പോലെ അവന്റെ തോന്നിയാസം കാണിച്ചവിടെ. പിണറായി വിജയൻ ഒന്നും അറിയാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ മരപ്പൊട്ടൻ എന്ന് വിളിച്ചത്. ശിവശങ്കരൻ തന്നെയാണല്ലോ പ്രിൻസിപ്പൽ സെക്രട്ടറി, ആയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. മരപ്പൊട്ടനായിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് കൊടുത്താൽ ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഏതാണ്ടൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉറപ്പാണല്ലോ. അതാണ് പറഞ്ഞത്. ഇത് എന്താണെങ്കിലും ശരി, ഇവരെല്ലാം ചേർന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ ഒരു വഴിക്കാക്കി അവരെ മെച്ചപ്പെടുത്തി, അവരുടെ ഭാഗം മെച്ചപ്പെടുത്തി. ഇവിടുത്തെ ജനങ്ങളെയും ഈ നാട്ടുകാരെയും ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട സകലമാന ആൾക്കാരെയും ഇവർ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു. ഇവർ പണം, അതായത് സർക്കാർ ഫണ്ട് എവിടൊക്കെ വെറുതെ കിടക്കുന്നു ആ ഫണ്ടുകളെല്ലാം എടുത്ത് ഇവർ ഉപയോഗിക്കുകയായിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയും. ഇവരെല്ലാ വിവിധ സമ്പാദ്യങ്ങളെക്കുറിച്ചും വിദേശത്തുള്ള ഇവരെ കച്ചവട പരിപാടികളെക്കുറിച്ചൊക്കെ അവർക്ക് വിചാരിച്ചാൽ അവർക്ക് കണ്ടുപിടിക്കാനും ഇവരെയൊക്കെ പൊക്കി അകത്താക്കാനും കഴിയും. പിന്നെ അത് അപ്പോഴും രാഷ്ട്രീയമാണ്, ഞങ്ങളെ രാഷ്ട്രീയ ഭാഗപോക്കലാണെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അങ്ങനെ പ്രതിരോധിക്കാൻ മണ്ടന്മാരായ അണികൾ, അങ്ങനെ പ്രതിരോധിക്കാനും കാറ് തല്ലി പൊട്ടിക്കാനും ED ഉദ്യോഗസ്ഥരെ കിടക്കാനും അതെ മണ്ടന്മാരായ അണികൾ ധാരാളം ഉണ്ടാകും. അതാണ് കുഴപ്പം. ഏതായാലും CM രവീന്ദ്രൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. 4 പതിറ്റാണ്ട് നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ സേവനം എന്തുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു, അത് അദ്ദേഹത്തിൻ്റെ സേവനം കൂടുതൽ ഫലപ്രദമായ രീതിയിൽ പാർട്ടി തന്നെ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നിയമനം വന്നിരിക്കുക. അത് വെറുതെ ആയിരിക്കില്ല, ചുമ്മാ ഒന്നും CN രവീന്ദ്രനെ ഒന്നും മാറ്റുകയില്ല. ഊരാളുങ്കൽ കാര്യം നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം വ്യവസായ സാമ്രാജ്യം സംരക്ഷിക്കാൻ വിശ്വസ്തനെ നിയമിക്കുന്നതായിരിക്കും എപ്പോഴും പിണറായിക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്കും ആവശ്യവും. അല്ലാതെ വിശ്വസ്തനെ ഒരിക്കലും ഇങ്ങനൊരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ വിട്ടുകളയാൻ പിണറായി കൂട്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറെ എന്തൊക്കെയോ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. കൃത്യമായ പ്ലാനിങ് ഇതിൻ്റെ പിന്നിൽ കാണും ഉണ്ടെന്ന് വേണം കരുതാൻ.